അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചത് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ മഹേന്ദ്രൻ സാറ് ചന്ദ്രികയോട് പറയുന്നു സിദ്ധാർത്ഥിനെയും കൂട്ടിക്കൊണ്ടുവരൂ എന്ന്. അപ്പോൾ ചന്ദ്രിക മുകളിൽ സിദ്ധുവിൻ്റെ റൂമിൽ പോയി അവനെ കൂട്ടിക്കൊണ്ടുവരാൻ നോക്കുമ്പോൾ അവിടെ അവൻ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് കരഞ്ഞിരിക്കുകയായിരുന്നു. അവൻ ചന്ദ്രികയോട് പറഞ്ഞു, ചന്ദ്രികെ, എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സിന് ഒരു സമാധാനവുമില്ല. മലരിനെയും നിന്നെയും എങ്ങനെയാണ് പിരിഞ്ഞിരിക്കുക എന്നറിയില്ല. അത് കേട്ട് ചന്ദ്രികയുടെയും കണ്ണു നിറഞ്ഞു. മലരാണെങ്കിൽ എന്നോട് അമേരിക്കയിലേക്ക് പോവേണ്ട എന്ന് പറഞ്ഞ് ഒരുപാട് കരഞ്ഞു. അവളെ എന്നെക്കൊണ്ട് സമാധാനിപ്പിക്കാനേ കഴിയുന്നില്ല. എന്തായാലും നിന്നെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ കരഞ്ഞുകൊണ്ട് ചന്ദ്രിക പറഞ്ഞു, ഞാൻ കാരണമാണ് സാർ നിങ്ങൾക്ക് വേണ്ടാത്ത ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഞാനും മലരും ആ ഗ്രാമത്തിൽ തന്നെ ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു നില വരില്ലായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതൊക്കെ വിചാരിക്കുമ്പോൾ എനിക്ക് കുറ്റബോധം വരുന്നു. സിദ്ധുവിൻ്റെ കണ്ണിൽ നിന്നും ധാരധാരയായിട്ട് കണ്ണീർ പൊഴിഞ്ഞു. അവൻ മനസ്സിലോർത്തു, സത്യം ചന്ദ്രികെ, എനിക്ക് US പോകാൻ ഒരു തുള്ളി പോലും ഇഷ്ടമില്ല. മലരിനെയും നിന്നെയും ഇട്ടിട്ട് പോകുന്നത് മരിക്കുന്നതിന് തുല്യമാണ്. നീ എന്നെ സ്വീകരിച്ചു എന്ന് ഒരു വട്ടം പറഞ്ഞാൽ മതി. അതിനുശേഷം ഞാൻ എന്തിനാണ് അമേരിക്കയിലേക്ക് പോകുന്നത്? ആ സമയം ചന്ദ്രിക ചിന്തിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു, സാർ, നിങ്ങളുടെ കൂടെ ജീവിക്കാനുള്ള ഒരു യോഗ്യത എനിക്കും മലരിനും ഇല്ല. എനിക്കും നല്ല ആഗ്രഹമുണ്ട് നിങ്ങൾ US പോകണ്ട എന്ന് പറയാൻ. എന്നാൽ എന്നെക്കൊണ്ടത് പറയാൻ സാധിക്കില്ല സാർ. നിങ്ങളുടെ ലവ് ആക്സെപ്റ്റ് ചെയ്യാനും എന്നെക്കൊണ്ട് സാധിക്കില്ല. നിങ്ങൾ ഞങ്ങളെ വിട്ടു പോകുന്നത് നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും ആ വേദന സഹിക്കാൻ കഴിയില്ല സാർ. അപ്പോൾ സിദ്ധു അവളോട് ചോദിച്ചു, എന്താ ചന്ദ്രികെ, നീ എന്തിനാ കരയുന്നേ? അറിയില്ല സാർ, എൻ്റെ മനസ്സ് എൻ്റെ കയ്യിലില്ല. എൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണീര് എന്നെക്കൊണ്ട് തടയാൻ കഴിയുന്നില്ല. അപ്പോൾ സിദ്ധുവും പറഞ്ഞു, നിൻ്റെ മനസ്സിലുള്ളത് നീ സംസാരിക്കുകയല്ല ചെയ്യുന്നത്, കണ്ണീര് കൊണ്ടാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാകുന്നുണ്ട് ചന്ദ്രികെ. എന്നാൽ ഇങ്ങനെയൊരു സിറ്റുവേഷൻ ആർക്കും വരാൻ പാടില്ല. അപ്പോൾ പെട്ടെന്ന് കണ്ണീരൊക്കെ തുടച്ചിട്ട് ചന്ദ്രിക പറഞ്ഞു, നിങ്ങളെ മഹേന്ദ്രൻ സാറ് താഴേന്ന് വിളിക്കുന്നുണ്ട്, ഒന്ന് താഴെ വരുമോ? അതും പറഞ്ഞ് അവൾ തിരികെ പോവാൻ നോക്കുമ്പോൾ സിദ്ധു, ചന്ദ്രികെ. അവൾ തിരിഞ്ഞ് അവനെ തന്നെ നോക്കി. അപ്പോൾ സിദ്ധു പിന്നെയും ചോദിച്ചു, നീ വേറെ ഒന്നും പറയാൻ വന്നതല്ലേ? നീ മഹേന്ദ്രൻ അങ്കിള് വിളിച്ചത് കൊണ്ടാണോ എന്നെ വിളിക്കാൻ വന്നത്? ഞാൻ വിചാരിച്ചു നീ എന്നെ കാണാൻ വന്നതാണെന്ന്. അപ്പോൾ ചന്ദ്രിക പറഞ്ഞു, നിങ്ങൾ എന്താ വിചാരിച്ചതെന്ന് എനിക്കറിയാം സാർ. പക്ഷേ എന്നെക്കൊണ്ട് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് മാപ്പ് തരണം സാർ. നിങ്ങൾ മലരിനും എനിക്കും വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടി എൻ്റെ ജീവൻ വരെ നിങ്ങൾക്ക് ഞാൻ തരും. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നും എന്നെക്കൊണ്ട് തരാൻ കഴിയില്ല സാർ. എൻ്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കൂ സാർ. കരഞ്ഞുകൊണ്ട് അവൾ താഴേക്ക് ഇറങ്ങിപ്പോയി. അവനൊരു പാവ കണക്കെ അവിടെ തന്നെ നിന്നു. പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക അവളുടെ വീടിൻ്റെ അടുക്കളയിലെ തറയിലിരുന്നിട്ട് ഓരോന്നും ആലോചിക്കുകയാണ്. ടെറസിൽ വെച്ച് സിദ്ധു പറഞ്ഞ കാര്യം, അവളോട് അവൻ തീരുമാനം പറയാൻ പറഞ്ഞതും അവൾ തീരുമാനം പറഞ്ഞതും എല്ലാം അവൾ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അവൾ മനസ്സിൽ ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നു. സാർ, എന്നെക്കൊണ്ട് നിങ്ങളെ സ്വീകരിക്കാൻ കഴിയില്ല സാർ. ഞാൻ സ്വീകരിച്ചാൽ ഈ നാടും വീടും എല്ലാം എനിക്കെതിരാകും സാർ. നിങ്ങൾ നല്ല മനുഷ്യനാണ്. നിങ്ങളുടെ സ്നേഹത്തിനും നല്ല ഈ മനസ്സിനും നല്ല ഒരാളെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ കാരണം നിങ്ങളുടെ ജീവിതം നശിച്ചു പോകരുതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സാർ. ഞാൻ ഒരു ലക്ഷണം കെട്ട പെണ്ണാണ് സാർ. എന്നെ സ്നേഹിക്കേണ്ട സാർ. ഇതൊക്കെ മനസ്സിൽ ഓർത്തോർത്ത് അവൾ വിങ്ങി വിങ്ങി കരഞ്ഞു. അപ്പോൾ കരഞ്ഞുകൊണ്ട് മലർ അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് അമ്മയെ നോക്കിയിട്ട് ചോദിച്ചു, അമ്മേ, സിദ്ധു US പോകുമോ അമ്മേ? അപ്പോൾ ചന്ദ്രിക പറഞ്ഞു, അതേടാ, സിദ്ധു US പോകും. എന്തിനാ അമ്മേ സിദ്ധു പോകുന്നേ? അത് സിദ്ധുവിന് US പുതിയ ജോലി കിട്ടി, അതുകൊണ്ടാണ് മോളെ. അപ്പോൾ കരഞ്ഞുകൊണ്ട് പിന്നെയും മലർ ചോദിച്ചു, എപ്പോഴാണ് അമ്മേ സിദ്ധു തിരിച്ചു വരുന്നേ? സിദ്ധു സാറ് ഇനി തിരിച്ചു വരുമോയെന്ന് അറിയില്ലടാ. സിദ്ധു US പോവാൻ പാടില്ല അമ്മേ. സിദ്ധുവിനെ US ഞാൻ വിടില്ല.
ഞാൻ ഇപ്പം തന്നെ സിദ്ധുവിനോട് പോയി പറയട്ടെ എന്നും പറഞ്ഞ് അവൾ ഓടിപ്പോയി. പിന്നെ കാണിക്കുന്നത് പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്ന സിദ്ധുവിനെയാണ്. അവൻ വേണ്ട ഡ്രസ്സൊക്കെ സ്യൂട്ട് കേസിൽ നിറക്കുകയാണ്. അപ്പോൾ ഡ്രസ്സുകൾക്കടിയിൽ നിന്നും അവരുടെ ഡയറി അവന് കിട്ടി. അതിൽ ചന്ദ്രികയുടെയും മലരിൻ്റെയും ഫോട്ടോയും പിന്നെ ചന്ദ്രികയെ അവൻ വരച്ചതും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ നോക്കി കുറേ നേരം അവനങ്ങനെ ഇരുന്നു. അവൻ മനസ്സിലോർത്തു, ചന്ദ്രികെ, ഇനിയും നിന്നെ കഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വേഗം തന്നെ ഞാൻ അമേരിക്കയിലേക്ക് പോയിക്കൊള്ളാം. ഇനി മുതൽ ഞാൻ കാരണം നിനക്കൊരു ശല്യവും ഉണ്ടാവില്ല. നിന്റെ മനസ്സിൽ ഞാനുണ്ട്. പക്ഷേ നിന്നെക്കൊണ്ട് എന്നെ സ്വീകരിക്കാൻ കഴിയില്ല. അതെന്നെക്കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ചന്ദ്രികെ. ഇനിയെങ്കിലും നീ സമാധാനത്തോടെ ജീവിക്കൂ. അപ്പോഴാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് മേഘയും മാലതി മുത്തശ്ശിയും വന്നത്. മേഘ വിളിച്ചു, സിദ്ധു. അപ്പോൾ അവൻ കയ്യിലുണ്ടായിരുന്ന ഡയറി മടക്കി സ്വീറ്റ് കേസിൽ വെച്ചു. സിദ്ധു, അല്ല, US പോകാൻ വേണ്ടി ബാഗൊക്കെ പാക്ക് ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ. അതേ മേഘ. ശരി, അമേരിക്കയിലേക്ക് പോയിട്ട് എപ്പോഴാണ് തിരികെ വരുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, US പോകുന്നതിനെക്കുറിച്ചുള്ള ഐഡിയ എനിക്കുള്ളൂ, തിരിച്ചു വരുന്നതിനെക്കുറിച്ചുള്ള ഐഡിയ ഇല്ല. അത് കേട്ടതും മാലതി ഭയങ്കര സന്തോഷിച്ചു. സത്യമാണോ? അപ്പോൾ നീ അവിടെ തന്നെ സെറ്റിലാവുകയാണ് ചെയ്യുക, തിരിച്ചു വരില്ലേ? അപ്പോൾ സിദ്ധു, അതിനും ചാൻസ് ഉണ്ട്. അത് കേട്ടതും മാലതി കുഞ്ഞമ്മക്ക് ഭയങ്കര സന്തോഷമായി. എന്താ സിദ്ധാർത്ഥ നീ പറയുന്നേ? മേഘ അമ്പരപ്പ് അഭിനയിച്ചു. അപ്പോൾ മാലതി, എന്താ മേഘേ, സിദ്ധാർത്ഥിന് ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലല്ലോ, അതല്ലേ US പോകുന്നത്. അവൻ പിന്നെ എങ്ങനെ തിരിച്ചു വരും? ഇവിടെ നിൽക്കുന്നതിനേക്കാളും സന്തോഷത്തിൽ അവൻ US നിൽക്കും. എന്നിട്ട് സിദ്ധുവിനെ നോക്കി ചോദിച്ചു, എന്താ സിദ്ധു, ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? അപ്പോൾ മേഘ ചോദിച്ചു, അല്ല സിദ്ധു, നീ US പോകുന്നതിന് നിൻ്റെ ഫ്രണ്ടാണോ കാരണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? അപ്പോൾ ചിരിച്ചുകൊണ്ട് സിദ്ധു പറഞ്ഞു, വേറൊരു കാരണവും ഇല്ല മേഘ. നീ അമേരിക്കയിലേക്ക് പോകുന്നത് എന്നെക്കൊണ്ട് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ എങ്ങനെയാണ് അച്ഛൻ്റെ ബിസിനസ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ വിട്ടിട്ട് പോകുന്നതെന്ന് എനിക്ക് വല്ലാത്തൊരു ആശ്ചര്യം. എനിവേ, നീ അമേരിക്കയിലേക്ക് പോയിട്ട് അവിടെ ഒരു നല്ല ബിസിനസ് മാനായിട്ട് വരണം. അതിന് ഞാൻ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവൾ ഷേക്ക് ഹാൻഡ് കൈ നീട്ടി. അവനും കൈ കൊടുത്ത് താങ്ക്സ് മേഘ എന്ന് പറഞ്ഞു. അവൾ ഓക്കെ എന്നും പറഞ്ഞു. മാലതി വാ പോകാ എന്ന് പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് പോയി. അവർ പോയതും സിദ്ധു എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരുന്നു. പിന്നെ കാണിക്കുന്നത് രാത്രിയിൽ എന്തൊക്കെയോ ഫുഡൊക്കെ ഉണ്ടാക്കുകയായിരുന്നു ചന്ദ്രിക. മലരുമോള് അതിൻ്റെ അടുത്ത് പാവിരിച്ച് കിടക്കുന്നുണ്ട്. ചന്ദ്രിക ചോറും കറിയും ഒക്കെ ഒരു പ്ലേറ്റിൽ വിളമ്പി നേരെ മലരിൻ്റെ അടുത്തേക്ക് വന്നു. കിടക്കുകയായിരുന്ന മലരിനെ വിളിച്ചു, മലർ, മലർ, എണീക്ക് മോളെ, ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാം. അപ്പോഴും മലര് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ പറഞ്ഞു, എനിക്കിപ്പോൾ ഭക്ഷണം വേണ്ട, രാവിലെ മുതൽ നീ ഒന്നും കഴിച്ചില്ല, കുറച്ചെങ്കിലും എന്തെങ്കിലും കഴിക്കും മലർ. എനിക്ക് വേണ്ട, സിദ്ധുവിനോട് US പോണ്ടെന്ന് പറയ്. എന്നെക്കൊണ്ട് അതൊന്നും പറയാൻ പറ്റില്ലടാ. നീ എണീച്ച് ആഹാരം കഴിക്ക്. ഞാൻ ഫുഡ് കഴിക്കില്ല അമ്മേ. സിദ്ധു അമേരിക്കയിലേക്ക് പോവില്ലെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ ഫുഡ് കഴിക്കുള്ളൂ. എന്തിനാ മലർ ഇങ്ങനെ വാശി പിടിക്കുന്നേ? നീ എണീക്ക് വാ എന്നും പറഞ്ഞ് മലറിനെ എണീപ്പിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ആണ് അവൾ മലറിനെ തൊട്ട് നോക്കുന്നത്. അവളുടെ മേലൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെയും ചന്ദ്രിക പറഞ്ഞു, മോളെ കുറച്ചെങ്കിലും ഫുഡ് കഴിക്കും മോളെ. ഇല്ല, ഞാൻ ഫുഡ് കഴിക്കില്ല. സിദ്ധുവിനോട് അമേരിക്കയിലേക്ക് പോണ്ടെന്ന് പറയ്. അപ്പോൾ ചന്ദ്രിക, എന്തിനാ മോളെ ഇങ്ങനെ വാശി പിടിക്കുന്നേ? സിദ്ധു സാർ, ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കില്ലടാ, പറയുന്ന മനസ്സിലാക്ക്. ഇല്ല, സിദ്ധു അന്ന് പറഞ്ഞിട്ടുണ്ട്, അമ്മ പറഞ്ഞാൽ സിദ്ധു പോവില്ലെന്ന്. അമ്മ എന്താ പറയാത്തത്? സിദ്ധുവിനോട് പോണ്ടെന്ന് പറയ്. ചന്ദ്രിക ധർമ്മസങ്കടത്തിലായി. എന്നെ കൊണ്ട് സിദ്ധു സാറിനോട് അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ലടാ, നീ ഫുഡ് കഴിക്ക് ഫസ്റ്റ്. ചോറെടുത്ത് അവൾ മലരുമോൾക്ക് വാരിക്കൊടുത്തു. വാരിക്കൊടുത്തത് മുഴുവനും മലർ അവിടെ തന്നെ ഛർദ്ദിച്ചു. ചന്ദ്രിക പേടിച്ചു പോയി. അയ്യോ, എന്താണെന്ന് അറിയില്ലല്ലോ. മലരെ വാ, എണീക്ക് മോളെ. മലര് പിന്നെയും ഛർദ്ദിച്ചു കൊണ്ടേയിരുന്നു. അവൾ പുറത്തു കൊണ്ടുപോയി മലരിനെ കഴുകിക്കൊടുത്തു. മുഖമൊക്കെ തുവർത്തി അവൾ പിന്നെയും മലരിനെ പായിലേക്ക് കൊണ്ടുവന്നു അവിടെ ഇരുത്തിച്ചു. മോളെ, നീ ഇപ്പോൾ ഒന്നും കഴിക്കണ്ട, അമ്മ കഷായം വെച്ച് തരാം കേട്ടോ, ഇവിടെ തന്നെ കിടക്കണേ. എന്നിട്ട് മലരിനെ അവിടെ കിടത്തി. മലരിനുള്ള കഷായം ഉണ്ടാക്കുകയായിരുന്നു ചന്ദ്രിക. മരുന്ന് കഷായം ഗ്ലാസ്സിലൊഴിച്ച് അത് ആറ്റി അവളുടെ അടുത്തേക്ക് പിന്നെയും വന്നു. മലരിനെ കൊണ്ട് പതുക്കെ അത് കുടിപ്പിച്ചു. ഇന്നാ കുറച്ചുകൂടി ഉണ്ട് മോളെ, അതും കൂടി കുടിക്ക്. എന്നിട്ട് മലരിനോട് പറഞ്ഞു,
രാവിലെ എണീക്കുമ്പോൾ എല്ലാം ശരിയാവും മോളെ, കിടന്നോട്ടോ. മലരിൻ്റെ നെഞ്ചൊക്കെ തടവി കൊടുത്ത് അവൾക്ക് കൂട്ടായി അവിടെ തന്നെ ഇരുന്നു. മലർ ഉറങ്ങിയ ശേഷം അവിടെ നിന്ന് എണീറ്റ് അവൾ ഗ്ലാസ്സൊക്കെ തിരിച്ചു വെച്ച് ഒരു സൈഡിൽ പോയിരുന്നു. മുൻപ് നടന്ന കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായി അവൾ ആലോചിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഓർത്തു കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കത്തിൽ മലര് വിളിക്കുകയാണ്, സിദ്ധു സിദ്ധു. ഉറക്കത്തിൽ അവൾ ഓരോ പിച്ചും പേയും പറയാണ്, സിദ്ധു അമേരിക്കയിലേക്ക് നീ പോകണ്ട സിദ്ധു. അതൊക്കെ കേട്ട് ചന്ദ്രിക കരഞ്ഞുകൊണ്ടിരുന്നു. അവൾ മനസ്സിലോർത്ത് വിലപിച്ചു, അയ്യോ സിദ്ധു സിദ്ധു എന്ന് പറഞ്ഞ് എൻ്റെ മോള് കരയാണല്ലോ. സിദ്ധു സാർ അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവളെ എങ്ങനെ സമാധാനിപ്പിക്കും എൻ്റെ ഈശ്വര. ചിലപ്പോൾ സിദ്ധു സാറ് പോയി കഴിഞ്ഞാൽ മലര് മോൾക്ക് ഇനിയും വയ്യാതാവുമോ? ഞാൻ എന്താ ചെയ്യുക? മലര് ഉറക്കത്തിൽ പിന്നെയും വിളിച്ചുകൊണ്ടിരുന്നു, സിദ്ധു സിദ്ധു എന്ന്. അപ്പോൾ വളരെയേറെ വിഷമത്തോടെ ചന്ദ്രിക ഓർത്തു, നമ്മൾ ഈ നാട്ടിൽ വരാൻ പാടില്ലായിരുന്നു. നമ്മുടെ ഗ്രാമത്തിൽ തന്നെ ജീവിക്കുകയാണെങ്കിൽ സിദ്ധു സാറെങ്കിലും ഇവിടെ സമാധാനത്തോടെ ജീവിക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം കുറച്ച് നോക്കാം. സിദ്ധാർത്ഥ് വന്ന് മലരിൻ്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ചന്ദ്രികയോട് പറയുകയാണ്, രാവിലെ ഞാൻ പെട്ടെന്ന് തന്നെ എയർപോർട്ടിലേക്ക് പോകും. മലർ എണീറ്റാൽ ഞാൻ അമേരിക്കയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ മതി. അതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോയി. ചന്ദ്രിക കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ നല്ല എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റ ബൈ. സ്റ്റേ ട്യൂൺ. അമ്മ മനസ്സിൻ്റെ പുതിയ എപ്പിസോഡുകൾ ഏറ്റവും വേഗത്തിൽ അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.